ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം വൈഷ്. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ ഡേ പാർട്ട് 2 ആണ്. ലാൽബ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ ഞങ്ങൾ ഒരു അവക്കാഡോ ഷേക്കും ബർഗറും കഴിച്ചു. അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരു കണ്ണൂർക്കാരൻ ചേട്ടൻ്റെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പെർ ഹെഡ് 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് വാട്ടർ ബോട്ടിൽസ് ഒന്നും അലൗഡ് അല്ല. നമ്മൾ വെള്ളം കുടിച്ചിട്ട് അതിനകത്ത് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഇടുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രൻസിൽ തന്നെ ആ മാപ്സ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എവിടെയൊക്കെയാണ് ഗേറ്റ്, ഇതിൽ വെളിയിലേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. അഥവാ എന്തെങ്കിലും വഴിതെറ്റുവല്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി പോകാൻ പറ്റും. അതുപോലെ ഒരുപാട് ട്രീസൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരുപാട് ചെടികളൊക്കെ. അത് ഈ സമയം അധികം പൂ പിടിക്കുന്ന സമയമല്ലാത്തതുകൊണ്ട് ഇല്ലായിരുന്നു. അതുപോലെ രണ്ട് സൈഡിലും പൈൻ ട്രീസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു പൈൻ ഫോറസ്റ്റ് പോലെ, നമ്മൾ ഈ വാഗമണ്ണൊക്കെ ചെല്ലുമ്പോൾ പൈൻ ഫോറസ്റ്റ് കാണത്തില്ലേ, അതുപോലെ തന്നെയായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ് ഒക്കെ അവിടെ വന്നിരിക്കാൻ, ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇത്. ബാംഗ്ലൂരൊക്കെ ഒരു ട്രിപ്പ് പോകുന്നവർക്ക് ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇത്. അകത്ത് തന്നെയുള്ള വേറൊരു മെയിൻ അട്രാക്ഷനാണ് ഗ്ലാസ് ഹൗസ്. ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലവർ ഷോ ഒക്കെ കണ്ടക്ട് ചെയ്യും ഇവർ. അതായത് ഓഗസ്റ്റ് 15, റിപ്പബ്ലിക് ഡേ, അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനിൽ ഇവർ ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യും. അത് നല്ലതാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവർ വെഹിക്കിൾസും ഉണ്ട് അതിനകത്ത് ഇരുത്തി നമ്മൾ എല്ലായിടവും കൊണ്ട് കാണിക്കും. അതുപോലെ ഒരു ഇലക്ട്രിക് സൈക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ട്രീസിൽ ഇങ്ങനെ ഓരോ ജീവികളെ, ഓരോ സ്ട്രക്ചേഴ്സ് ഒക്കെ അവരിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരു ബുദ്ധനെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ട്രീസിൽ വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാർക്കിനുള്ളിൽ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. അതായത് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ വാട്ടറൊന്നും ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവർ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കണം. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബോൺസായി പാർക്കിലേക്കാണ്. അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂ ഉണ്ട്. അതുപോലെ ബോൺസായി ചെടികളുണ്ട്. അത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തോ റെനോവേഷൻ നടക്കുകയായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒറിജിനലാണ്, പക്ഷേ ഇത് ആർട്ടിഫിഷ്യലാണ്. രാവിലെ 7 മണിക്കാണ് ഇത് ഓപ്പൺ ആകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റോസ് ഗാർഡനിൽ പോയി. ഒരുപാട് റോസസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ പൂവൊക്കെ കുറവായിരുന്നു. ഈ സീസണിൽ അധികം പൂ പിടിക്കുന്നതല്ല. അതിനുശേഷം ഞങ്ങൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് ഇറങ്ങിയത്. മെട്രോ സ്റ്റേഷൻ അതിനടുത്താണ്. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.